ഇതൊക്കെ ശരിയാ പറയുന്നത്. ഒന്നുമില്ലെങ്കിൽ ഞാനൊരു അധ്യാപകനല്ലേ. നിങ്ങൾ പേടിക്കണ്ട മാഷേ, ധൈര്യമായിട്ട് കൊണ്ടു കൊടുക്ക്. എൻ്റെ പണ്ടത്തെ എഴുത്തിൻ്റെ ഒഴുക്ക് നഷ്ടപ്പെട്ട പോയ പോലെ ടച്ച് വിട്ടു പോയി. എങ്കിലും കുഴപ്പമൊന്നുമില്ല. റെയ്മൊന്ന് വായിച്ചു പോയി. മലയാളം ഭാഷയ്ക്ക് ടച്ച് വിട്ടുപോയി. നോക്കട്ടെ. മത്സകെ, എൻ്റെ ചിതാകാശത്തിൽ തെളിഞ്ഞ പൊൻതാരകെ, നിന്നിൽ സർവാന്തര്യാമിയായി മൊത്തം സർവാന്ത്യരാമിയായി വിഹരിക്കാൻ അനുവദിച്ചാലും ഇത് എൻ്റെ ഹൃദയത്തിൽ സേതുബന്ധനം ചെയ്ത പ്രണയപ്രവാഹത്തിൻ്റെ ഒരു തുള്ളി. എത്ര അടക്കി നിർത്തിയിട്ടും അടർന്നു പോയത്. ഇതിൽ നിയലിക്കുന്നത് എൻ്റെ ഹൃദയമാണ്. കവചകുണ്ടലം തേടുന്ന ബ്രാഹ്മണഹസ്തത്തിൻ്റെ വിശുദ്ധിയിൽ ഈ പ്രാർത്ഥനയെ വിലമതിക്കണമേ എന്ന് ആപാത ചൂണ്ടും പ്രണയപരിവശനായ സഹപ്രവർത്തകൻ. ഇതെന്താ മാഷത്? പ്രബന്ധം? ഇതിപ്പോൾ ടീച്ചർക്ക് ശബ്ദ ധാരാവലിയും കൂടി കൊടുക്കേണ്ടി വരുമല്ലോ. അല്ല, ഇതിനെന്താ കുഴപ്പം? ഇങ്ങനെയാണ് പ്രേമലേഖനം ഇത്? ഇങ്ങനെയൊക്കെ ഇത് എന്താ മനസ്സിലാവൂ? എന്താ മനസ്സിലാവാത്തത്? അപ്പം ഞാൻ എൻ്റെ എഴുത്തിൻ്റെ നിലവാരം കുറക്കണം, അതാണോ നിങ്ങൾ പറയുന്നത്? ഇതെന്ന് പറഞ്ഞിട്ടാണ് നിങ്ങളെ വിവരം കാണിക്കാനുള്ള സാധനമല്ല മാഷ്. ഇതൊക്കെ സിമ്പിളായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. മാഷ് ഒരു കാര്യം ചെയ്യും, മാഷ് ഇങ്ങോട്ടിരിക്കും, എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. മാഷേ ഇത് ഇങ്ങോട്ടിരിക്കും. മാഷേ ഇരിക്കും. മാഷേ എന്നാ ഏത്? ഡിയർ ടീച്ചർ. തീരെ വേണ്ട. നിങ്ങൾ ഒരു കുഴപ്പമില്ല, നിങ്ങൾ ഏത് മാഷേ? എൻ്റെ ജോലി പോകുന്ന കേസാണ് റഹീമേ. ഒരു പ്രശ്നമില്ല മാഷെ. മാഷ് ഏത്? ഞാനൊരു അധ്യാപകനല്ലേ. ഞാനല്ല പറയുന്ന മാഷെ, നിങ്ങൾ ഏത്? ഏത് മാഷെ? ഡിയർ ടീച്ചർ. ഡിയർ ടീച്ചർ. ടീച്ചറെ ആദ്യമായി കണ്ട അന്ന് മുതൽ. ഏത് മാഷെ? ടീച്ചറെ ആദ്യമായി കണ്ട അന്ന് മുതൽ. ഒരു കാര്യം ചെയ്യാം, എൻ്റെ എഴുത്തിലെ 2-3 വരികൾ നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താം. രസവും രസവും. കവചകുണ്ടലം തേടുന്ന ബ്രാഹ്മണാസ്ത്രം പ്രേമലേഖനത്തിൽ ചേർക്കാൻ പറ്റിയ സാധനം. ടീച്ചർ ഭക്ഷണം കഴിക്കുന്നില്ലേ? കുറച്ച് വർക്കുണ്ട്. ടീച്ചർ, അവൻ്റെ ടീച്ചറെ എന്തൊരു തിരക്കാന്നറിയൂ. ഒരവധി ദിവസം കിട്ടിയാൽ അന്ന് എവിടെയെങ്കിലും കല്യാണം ഉണ്ടാവും. ഇന്നും ഒരു ബിരിയാണി കിട്ടാണ്ടേനെ. പക്ഷെ ഒരു ബിരിയാണിക്ക് വേണ്ടി നമുക്ക് ലീവ് എടുക്കാൻ പറ്റുമല്ലോ. എല്ലാവരും ഇങ്ങനെ വർക്കിംഗ് ഡേയ്സും കല്യാണം വെച്ചാൽ നമ്മളെന്താ ചെയ്യുക? റഹീമിന് പകരം ഞാൻ പോവായിരുന്നല്ലോ. ഒരു ബിരിയാണി മിസ്സാക്കണ്ടായിരുന്നല്ലോ. ടീച്ചറോട് ആദ്യം ഒരു കാര്യം പറയട്ടോ. ടീച്ചറെ കല്യാണം എന്തായാലും ഒഴിവ് ദിവസം വെക്കണം, അല്ല മാഷേ? അത് പേടിക്കണ്ട, റഹീമിന് ലീവുള്ള ദിവസം നോക്കി വെച്ചോളാം. എൻ്റെ ഒഴിവ് മാത്രം നോക്കിയാൽ പോരാ. അല്ല, ടീച്ചർക്ക് വല്ല പ്ലാനും ഉണ്ടോ? ആലോചനയൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ നമുക്ക് പറ്റിയ ഒരാൾ വരണ്ടേ. വലിയൊരു സങ്കല്പമൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ഈ ചുറ്റുവട്ടത്ത് തന്നെ നോക്കിയാലോ, അല്ലേ? എനിക്കങ്ങനെ വലിയ സൗന്ദര്യ സങ്കല്പമൊന്നുമില്ല. പിന്നെ ഇന്നർ ബ്യൂട്ടിയിൽ മാത്രമേ വിശ്വസിക്കാവൂ. അങ്ങനെ എൻ്റെ അമ്മയും പഠിപ്പിച്ചിട്ടുള്ളത്. ശ്രീനിവാസ് സാറ് പെർമനൻ്റ് ആയതോടുകൂടിയ വീട്ടിൽ കാടുകളൊക്കെ തിരച്ചില്ല. മൂപ്പരെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താ? അയ്യോ, പുള്ളിക്ക് എന്താ? ഹീസ് എ ജെന്റിൽമാൻ. ഹലോ, പറഞ്ഞോ. ടീച്ചറെ, എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ സാറേ? പറ. ടീച്ചറെ, ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിൽ ഒരു മാഷ് വന്നിട്ടുണ്ട്. സുന്ദര ചെറുപ്പക്കാരൻ ആണോ? ടീച്ചർ ഒന്ന് കാണേണ്ടതാണ്. ആ കസേരയിലങ്ങ് നിറഞ്ഞിരിപ്പാണ്.
യെസ്, ഇതാണ് നമ്മുടെ മലയാളം ഡിപ്പാർട്ട്മെന്റ്. പുതിയ ഗസ്റ്റ് ലെക്ചറാണ് സജീവ്. അത് ശ്രീനിവാസൻ സാറ്, ഇത് ശ്യാമിനി ടീച്ചർ, അത് ബബു ടീച്ചർ. ബബു ടീച്ചറെ, ഇത് നിങ്ങളുടെ നാട്ടുകാരനാണ്, ഷൊർണൂരുകാരൻ. ടീച്ചർ എവിടെയാണ് ഷൊർണൂർ? ഞാൻ സിറ്റി തന്നെ. വാ നോക്കുന്ന ഹിന്ദിയിലേക്കൊന്ന് പോവാം. മാഷേ മാഷേ, നമ്മളെ കോൺഫിഡൻസ് ആണ് എല്ലാം. ആ ആ തനിക്കു പോന്നവൻ അറിഞ്ഞു ഞാൻ, പിരിഞ്ഞു പോയിടിൻ ഭ്രമങ്ങളെ, കരുത്തനായി ദാത്ത പൂമനും. തനിക്കു പോന്നവൻ അറിഞ്ഞു ഞാൻ, പരിഭ്രജിച്ചിടാം സുഖങ്ങളെ, കരുത്തനായി ദാത പൂമനും. ഇനി കഠിന ഹൃദയമിളവുകിൽ ഒരുക്കു മുഷ്ടി നിവരുകില്ല, തളരുകില്ല, പതറുകില്ല. ഇനി കഠിന ഹൃദയമിളവുകിൽ ഒരുക്കു മുഷ്ടി നിവരുകില്ല, തളരുകില്ല, പതറുകില്ല. ഉറച്ച പാറ പോൽ മനോബലം. അതെ, ഇങ്ങനെ പോയ ശ്രീനി സന്യാസിയാവും തന്നെയാട്ടോ എനിക്ക് തോന്നണേ. ഏയ്, ഒരിക്കലും ഇല്ല.